തിരുവനന്തപുരം പാപ്പനംകോട് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിലെ തീപിടുത്തത്തിൽ ദുരൂഹത ബലപ്പെടുന്നു. സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണ ഉൾപ്പെടെ 2 പേർ തീപിടുത്തത്തിൽ മരിച്ചിരുന്നു. വൈഷ്ണയ്ക്കൊപ്പം മരിച്ചയാൾ ആരെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. യുവതിയെ കുത്തിയ ശേഷം തീയിട്ടെന്നാണ് പോലീസിന്റെ സംശയം. സ്ഥാപനത്തിനുള്ളിൽ നിന്ന് കത്തി കണ്ടെടുത്തു. ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു തീപിടുത്തം. എയർ കണ്ടീഷൻ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകട സമയം സ്ഥാപനത്തിലുണ്ടായിരുന്ന ജീവനക്കാരി വൈഷ്ണയും മറ്റൊരാളും തൽക്ഷണം മരിച്ചു. വൈഷ്ണയെ കൂടാതെ മരിച്ച മറ്റൊരാൾ പുരുഷനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ രാജൻ, GRNL, ജില്ലാ കളക്ടർ അനുകുമാരി, സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ തുടങ്ങിയവർ അപകട സ്ഥലത്തെത്തി. അപകടത്തിന്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന സ്ഥലത്തെത്തിയ മന്ത്രിമാരും ജില്ലാ കളക്ടറും വ്യക്തമാക്കി. 2 പേര് മരിച്ചു. 2 പേരും ഇപ്പോ മോർച്ചറിയിലാണ്. ഇവിടെ ഒരു 10 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ജീവനക്കാരിയായിട്ട് മരിച്ച കുട്ടി 7 വർഷക്കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. 2 കുട്ടികളുടെ മാതാവാണ്. അവിടെയുള്ള ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ശിവൻകുട്ടിയും കളക്ടറും ഉണ്ട്. ഞങ്ങളൊന്ന് കൂടി ആലോചിച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കിടക്കേണ്ടതെന്ന് ആലോചിക്കാം. എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന കളക്ടറോട് സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നടത്തേണ്ടതാണത്. ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടും അന്വേഷിച്ചിട്ട് പറയണം. 15 വർഷമായി പാപ്പനംകോട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ സ്ഥാപനത്തിൽ ഒരാളെത്തി ബഹളം വച്ചിരുന്നതായും സമീപവാസികൾ പോലീസിനെ അറിയിച്ചു. വൈഷ്ണയും മരിച്ച പുരുഷനും തമ്മിലുള്ള ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. യുവതി നേരത്തെ വിവാഹമോചനം നേടിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.